മാതൃഭൂമി പറയുന്നുണ്ട് 288 പേർ അനുകൂലിച്ചു, 232 പേർ പ്രതികൂലിച്ചു. അപ്പോൾ അതാണ് ഉണ്ടായിരുന്നത്. 293 പേരുടെ പിന്തുണയാണ് യഥാർത്ഥത്തിൽ ഭരണപക്ഷത്തിനുണ്ടായിരുന്നത്. വോട്ട് ചെയ്ത് എത്ര? 288. അപ്പോൾ 5 പേര് ഇന്നലെ ആബ്സെന്റ് ആയിരുന്നു. മറുഭാഗത്ത് പ്രതിപക്ഷത്ത് 241 പേര് ഉണ്ടായിരുന്നു. അതായത് 200 മൊത്തം ഉണ്ടായിരുന്നു. അതിൽ 232 പേര്. അപ്പോൾ 56 വോട്ടുകൾക്കാണ് വഖഫ് ബില്ല് യഥാർത്ഥത്തിൽ പാസ്സായിരിക്കുന്നത്. 56 പേരുടെ അധിക പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. 272 മതിയായിരുന്നു വഖഫ് ബില്ല് പാസ്സാക്കാൻ. മനോരമ മാത്രമാണ്, മാതൃഭൂമി മാത്രമാണ് അത് കൊടുത്തിരിക്കുന്നത് അല്ലേ? പക്ഷേ ഹിന്ദു പത്രം കൊടുത്തിട്ടുണ്ട്. ഹിന്ദു പത്രം കൊടുത്തിട്ടുണ്ട്. ദേശാഭിമാനി എങ്ങനെ കൊടുത്തിരിക്കുന്നത്? പക്ഷേ ദേശാഭിമാനി പാസ്സായി എന്നാണോ കൊടുത്തിരിക്കുന്നത്? വഖഫിന് വെട്ട് അത്രല്ലേ ഉള്ളൂ. പക്ഷേ ഉള്ളില് ആരൊക്കെ പ്രതികൂലിച്ചു, എത്ര പ്രതികൂലിച്ചു? 288 ഉണ്ടോ? ഉണ്ട്, ഉള്ളിലുണ്ട്. അപ്പോൾ പാസ്സാക്കിയ വാർത്ത ദേശാഭിമാനിയും മാതൃഭൂമിയും കൊടുക്കുന്നു. ദ ഹിന്ദുവിലുമുണ്ട്. ലോക്സഭ പാസസ് വഖഫ് ബിൽ ആഫ്റ്റർ 12 hour ഡിബേറ്റ്. 12 മണിക്കൂർ ഡിബേറ്റിന് ശേഷം കൊടുക്കുന്നു. ദ ഹിന്ദു പത്രം കൊടുക്കുന്നു.